അപ്പോൾ വീട് സ്ഥലവും വീട് വെക്കാനുള്ള ഒരു കൃപ തരണമെന്ന് ഓർത്താണ് ഞാൻ 3ാമത്തെ ഉടമ്പടി വെച്ചത്. 4ാമത്തെ ഉടമ്പടി വെച്ചതെന്ന് പറഞ്ഞാൽ അത് 4ാമതായി പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പരിശുദ്ധാത്മാവിന് പറ്റിയ ഒരു വാസസ്ഥലമായി എന്നെ ഒരുക്കുക എന്നുള്ളത്. കാരണം ഞാൻ കുറച്ച് ദേഷ്യപ്പെടും, പിന്നെ കുറച്ച് അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്നാലെല്ലാം നടക്കും എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ആ ധൈര്യം എപ്പോഴാണോ ചോർന്നു പോയത് അപ്പോഴാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഉടമ്പടി എടുത്തു. ഞാൻ ജൂലൈയിൽ ഉടമ്പടി എടുത്തു. ഓഗസ്റ്റിൽ ഞാൻ സൗദിക്ക് ജോലിക്ക് പോയി. ഓഗസ്റ്റിൽ എൻ്റെ ബ്രദർ സെൻട്രൽ ഗവൺമെൻറ്റിൽ എയർപോർട്ടിൽ ജോലിയാണ്, CSF വിങ്ങിൽ. അപ്പോൾ അവൻ തിരിച്ചു വന്നു. അപ്പം ഞാൻ ഓർത്തു ഉടമ്പടി എടുത്തതല്ലേ, എന്നാൽ കല്യാണം നടക്കുമായിരിക്കും, കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുമെന്ന് ഓർത്തു. അവൻ ഓഗസ്റ്റിൽ വന്നു. നമ്മൾ കാണുന്ന പെണ്ണുങ്ങളെല്ലാം നമ്മളെ ഏകദേശം ഇഷ്ടമാണെന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും തിരിച്ച് നമ്മൾ കണ്ടിട്ട് നമുക്ക് ഇവൻ പറയുന്നത് വേണ്ട, ഇഷ്ടമായില്ല എന്ന് തന്നെയാണ്. അങ്ങനെ പോയി. ആ ഓഗസ്റ്റ് പോയി. സെപ്റ്റംബറിൽ എനിക്കിതുപോലെ തന്നെ ഞാൻ അവിടെ ഒരു ആറംഗോ എന്ന് പറയുന്ന ജോൺ ഹോപ്കിൻസ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് 2 വർഷമായിരുന്നു അപ്ലൈ ചെയ്തിട്ട്. അപ്പം ഞാൻ അതിന് ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ മനസ്സിലിങ്ങനെ ഓർത്തു ഉടമ്പടി എടുത്തതല്ലേ കിട്ടുമായിരിക്കും, അതും എനിക്ക് കിട്ടിയില്ല. ഒരു നിയോഗങ്ങളും നടക്കുന്നില്ല. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാനാണെങ്കിൽ മാതാവിൻ്റെ കാശ് രൂപം എന്ന് പറഞ്ഞാൽ ഉടമ്പടി കാശ് രൂപം എന്ന് പറഞ്ഞാൽ ഞാൻ കയ്യിൽ കൊണ്ടുപോകും. എനിക്ക് പേടിയാണ്. ദൈവമേ, എവിടെയെങ്കിലും ഡ്യൂട്ടി ചെയ്യുന്നിടയ്ക്ക് പോയാൽ പിന്നെ എനിക്ക് മാതാവിനെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ കൊണ്ടുപോകാറില്ല.